ഓസ്ട്രേലിയയിൽ പെട്രോൾ പമ്പുകളിൽ ചെന്നാൽ പെട്രോൾ അടിക്കണമെങ്കിൽ നമ്മൾ തന്നെ പിടിക്കണം. പണ്ട് സത്യനന്ദിക്കാടിൻ്റെ ഒരു പടത്തിൽ ജോണി വെള്ളിക്കാല, അതായത് ഇന്നസെൻ്റ് ആണെന്ന് തോന്നുന്നു, ഇന്നസെൻ്റ് ജയകാന്തൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇവിടെ മൂത്രമൊഴിക്കാൻ പോലീസ് പിടിക്കുമോ? അപ്പോൾ അന്ന് പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ പറയും, പോലീസ് പിടിക്കില്ല, തന്നെത്താനെ പിടിക്കണം. അതുപോലെയാണ് ഓസ്ട്രേലിയയിൽ പെട്രോൾ പമ്പിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് പെട്രോൾ അടിക്കുന്നതെങ്കിൽ വണ്ടി കൊണ്ട് നിർത്തി നമ്മൾ തന്നെ പെട്രോൾ അടിക്കണം. അപ്പോൾ പെട്രോൾ അടിക്കുന്നതിന് മുന്നേ പെട്രോൾ സ്റ്റേഷനകത്ത് ഇരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ, ഇപ്പം മിക്കവാറുമൊക്കെ നമ്മുടെ പിള്ളേരാണ് ഇരിക്കുന്നത്, ഒട്ടുമുക്കാലും പെട്രോൾ പമ്പിൽ ഇവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരായിരിക്കുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടിയിലേക്ക് പെട്രോൾ കയറുള്ളൂ. അവർക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതെന്തിനെന്ന് വെച്ചാൽ, നിങ്ങൾ കൊണ്ടുവരുന്ന വണ്ടി സ്റ്റോളൻ വെഹിക്കിളാണെങ്കിൽ അതിൽ പെട്രോൾ അടിക്കത്തില്ല. അപ്പോൾ സ്റ്റോളൻ വെഹിക്കിളുടെ ഡേറ്റാബേസ് സെർച്ച് ചെയ്തിട്ട് അതിൽ പെടുന്നതല്ല എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്രോൾ തരാൻ പാടുള്ളൂ എന്നതാണ് ഇവിടുത്തെ റെഗുലേഷൻ. അപ്പോൾ ആ സംശയമുള്ള ആ കൗണ്ടറിലിരിക്കുന്ന ആൾക്ക് വരുന്ന വണ്ടി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹം ഉടനെ അത് സ്റ്റോപ്പ് ചെയ്യും. പൊതുവേ ചെക്ക് ചെയ്യാതെ തന്നെ പലരും ഇത് അലോ ചെയ്യും. അങ്ങനെ 1-2 പേർക്ക് പറ്റിയിട്ടുണ്ട്. അവർ വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോകും പെട്രോൾ അടിച്ചു കഴിഞ്ഞ ശേഷം. പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ CCTV നോക്കി അതൊക്കെ റെക്കോർഡ് ചെയ്ത് ആ നമ്പരൊക്കെ ഈ സ്റ്റോളൻ വെഹിക്കിളിലേക്ക് രജിസ്റ്റർ ചെയ്യും. പിന്നെ അവൻ എങ്ങോട്ട് പോയാലും പെട്രോൾ കിട്ടത്തില്ല. ആ പെട്രോൾ തീരുന്നിടത്തേക്ക് വണ്ടി ഇടാനേ പറ്റുള്ളൂ. എന്തൊരു നല്ല സിസ്റ്റം. അതാണ് ഓസ്ട്രേലിയയിലെ പെട്രോൾ സംവിധാനം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് വണ്ടി എടുക്കണമെങ്കിൽ ഇവിടെ വണ്ടി എടുക്കാൻ വലിയ ചിലവൊന്നുമില്ല. വണ്ടി വളരെ ചീപ്പാണ്. ഒരു $5000 ഉണ്ടെങ്കിൽ നന്നായിട്ട് ഓടുന്നൊരു വണ്ടി കിട്ടും. അത് മിക്കവാറും ജാപ്പനീസ് വണ്ടികൾ എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം വേറെ ഏത് വണ്ടി എടുത്താലും കുത്തു വളരും. പഴയ വണ്ടി, കുത്ത വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ജാപ്പനീസ് വണ്ടികൾ എടുക്കുക. അതിൽ ടൊയോട്ട നമ്പർ 1, നിസാൻ നമ്പർ 2. പിന്നെ നിങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പെട്രോൾ സ്റ്റേഷനിൽ കൊണ്ട് ആദ്യമായി പെട്രോൾ അടിച്ചിട്ട് ആ അടിക്കുന്നിടത്ത് തന്നെ വണ്ടി ഇട്ടേക്കണം. അല്ലാതെ പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് വണ്ടി പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ കൊണ്ടിട്ടിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അത് പലപ്പോഴും അവർ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ വണ്ടി അവിടെ ആ പെട്രോൾ അടിക്കുന്ന പ്ലേസിൽ തന്നെ ഇട്ടിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്ത് പോയി പെട്രോളിൻ്റെ കാശ് കൊടുക്കും. അല്ലെങ്കിൽ ആദ്യത്തെ തവണ അറിഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 2ാം തവണ 3ാം തവണയൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളാണ്.